നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തന്നെ LDF-നെ നയിക്കും. ധർമ്മടത്ത് നിന്ന് മൂന്നാം തവണയും ജനവിധി തേടും. തുടർച്ചയായ വാർത്താ സമ്മേളനങ്ങളും ഉണ്ടാകും. CPM-ൽ 2 ടേം വ്യവസ്ഥയിൽ ഇളവ് വരും. മന്ത്രിമാർ രാഷ്ട്രീയം പറഞ്ഞ് സർക്കാരിനും മുന്നണിക്കും പ്രതിരോധം തീർക്കണമെന്ന് CPM സംസ്ഥാന സമിതി. ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ച് കോൺഗ്രസുമായി അടുക്കാൻ ശശി തരൂർ പാർട്ടി വേദികളിൽ സജീവമാകും. KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ തരൂർ മുഴുവൻ സമയം പങ്കെടുക്കും. മുസ്ലിം ലീഗിനെതിരെ വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിങ്ങളെ ഈഴവർക്കെതിരെ തിരിക്കാൻ ശ്രമിക്കുന്നു. മുസ്ലിം സമുദായം മൊത്തമായി ഈഴവ വിദ്വേഷം പരത്താവുന്ന രീതിയിൽ മതസൗഹാർദ്ദമില്ലാതെ കലഹങ്ങൾ ഉണ്ടാക്കാൻ ഒരു കുൽസിത ശ്രമമാണ് ഇതിപ്പോൾ ലീഗ് നടത്തുന്നത്. ചാനൽ മൈക്ക് തട്ടിമാറ്റിയ സംഭവത്തിലും വിശദീകരണം. ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകൻ തീവ്രവാദിയെന്ന അധിക്ഷേപം. മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയാത്തത് വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിക്കുകയാണെന്ന് VD സതീശൻ. NSSന്റെ ഇടതനുകൂല നിലപാടിൽ തിരുത്തൽ. ശരിദൂരം ശബരിമല വിഷയത്തിൽ മാത്രം, മറ്റു വിഷയങ്ങളിൽ സമദൂരമെന്നും G സുകുമാരൻ നായർ. ശരിദൂരം ശബരിമല വിഷയത്തിൽ മാത്രമേ അതിനെ രാഷ്ട്രീയമായിട്ട് കൊടുക്കേണ്ട കാര്യം. ആ കാര്യത്തിൽ നമ്മളൊരു ശരിദൂരം ഉണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും സമദൂരം തന്നെ. മുത്തലാഖ് ചൊല്ലിയ യുവതിയും മകനും 9 ദിവസമായി കഴിയുന്നത് ഭർതൃവീടിന്റെ വരാന്തയിൽ. വീട് പൂട്ടി താമസം മാറ്റി ഭർത്താവ്. സംഭവം കോഴിക്കോട് ഫറോക്കിൽ. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പിൽ തനിക്കെതിരെ നുണപ്രചരണമെന്ന് നടൻ ജയസൂര്യ 3ാം തവണ ചോദ്യം ചെയ്യാനായി സമൻസ് അയച്ചിട്ടില്ല. പരസ്യവുമായി സമീപിക്കുന്നവർ തട്ടിപ്പുകാരെന്ന് ഊഹിക്കാൻ കഴിയില്ലെന്നും ജയസൂര്യ. മലപ്പുറം മൈലാടിയിൽ ചെരുപ്പ് ഫാക്ടറിയിൽ തീപിടുത്തം. ലക്ഷങ്ങളുടെ നഷ്ടം. തീയണയ്ക്കാൻ ശ്രമം തുടരുന്നു. ബംഗ്ലാദേശ് താരത്തെ IPL ടീമിലെടുത്തതിന് ഷാരൂഖ് ഖാനെതിരെ BJP നേതാവ്. ഷാരൂഖ് രാജ്യദ്രോഹിയെന്ന് ഉത്തർപ്രദേശ് MLA. പ്രതിഷേധം മുസ്തഫിസുർ റഹ്മാനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിൽ ഉൾപ്പെടുത്തിയതിനെതിരെ. ബംഗ്ലാദേശിൽ വീണ്ടും ന്യൂനപക്ഷ ആക്രമണം. ഹിന്ദു മതവിശ്വാസിയെ തീകൊളുത്തി കൊല്ലാൻ ശ്രമം. ഗുരുതരമായി പൊള്ളലേറ്റ യുവാവ് അതീവ ഗുരുതരാവസ്ഥയിൽ. ശരിയത്പൂർ ജില്ലയിലെ ആക്രമണം പുതുവത്സരാഘോഷങ്ങൾക്കിടെ.